ഹലോ, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ആദിൽ. ഞാൻ ഇവിടെ ദുബൈയിലാണ് ഉള്ളത്. ഞാനിവിടെ ദുബൈയിൽ വർക്ക് ചെയ്യുകയാണ്. ഞാൻ ഇപ്പം 2.5 ഇയേഴ്സായിട്ട് ഞാൻ ദുബൈയിലുണ്ട്. ഞാൻ വിസിറ്റ് വിസയിൽ വന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നിന്ന് സ്വന്തമായി ജോലി കണ്ടുപിടിച്ച് ഇവിടെ കയറിയ ഒരാളാണ്. അപ്പം കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം. ജോലി തപ്പുന്ന ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം. പല സെക്ടേഴ്സിലായിട്ട് ദുബൈയിലോട്ട് വരാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാരും ദുബായ് വന്നിട്ട് ജോലി തപ്പുന്ന ആൾക്കാരും ഒത്തിരി പേര് ഉണ്ട്. അപ്പോൾ അവർക്ക് ഹെൽപ്പ് ആവുന്ന കുറച്ച് ഇൻഫർമേഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടിപ്സ് ഞാൻ തരാവുന്നതാണ്. അപ്പം ഞാൻ ദുബായ് വന്നിട്ട് ഞാൻ 3 ജോലി കയറി. ഇപ്പം 3ാമത്തെ ജോബിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരു റെഫറൻസോ ഒന്നുമില്ലാതാണ് ഞാൻ ഈ 3 ജോലിയിലും കയറിയത്. അപ്പോൾ അതൊരു ഇമ്പോസിബിളായിട്ടൊരു ടാസ്ക് അല്ല. കാരണം പലരും പറയുന്നേക്കാം ഇവിടെ റെഫറൻസ് ഇല്ലാതെ ജോലി കിട്ടത്തില്ല, വന്നിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് അങ്ങനെ തളർത്തുന്ന ആൾക്കാരുണ്ട്. കുറേയൊക്കെ സത്യമാണ്. ജോലി കിട്ടാൻ നല്ല ടഫാണ്, മാർക്കറ്റ് വളരെ ടഫാണ്. പക്ഷേ സ്റ്റിൽ ഇമ്പോസിബിൾ അല്ല, കിട്ടും. റെഫറൻസ് ഇല്ലാതെയും ജോലി കിട്ടും. അങ്ങനെ നോക്കുന്ന ഒത്തിരി കമ്പനീസ് ഉണ്ട്. റെഫറൻസ് സപ്പോർട്ട് ചെയ്യാത്ത കമ്പനീസ് ഉണ്ട്, റെഫറൻസ് ഇല്ലാതെ ആൾക്കാരെ നോക്കിയെടുക്കുന്ന കമ്പനീസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് നാട്ടിൽ കുറച്ച് ഒരു 1 ഇയർ എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി വേ ബെറ്റർ. കാരണം ഒന്നും ഇല്ലാത്തതിനേക്കാളും ഒരു ഫ്രഷറിനേക്കാളും ഒരു 1 ഇയർ എക്സ്പീരിയൻസ് മിനിമം ഉള്ളതാണ്. എനിക്ക് 1.5 വർഷത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു നാട്ടിലുള്ളത്. അപ്പം മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നാട്ടിൽ വെച്ച് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം, നമ്മുടെ നാട്ടിലെ ആൾക്കാർ വളരെ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. അതാണ് ഞാൻ ഫസ്റ്റ് പറയുന്ന ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. ലിങ്ക്ഡിൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യുക. ലിങ്ക്ഡിൻ ഒരു നോർമൽ ജോബ് സെർച്ചിങ് ആപ്ലിക്കേഷൻ അല്ല, അത് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പോലെയാണ്. ഒരു ഫേസ്ബുക്ക് പോലെ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം പോലത്തെ ഒരു ആപ്ലിക്കേഷനാണ് ഈ ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. പലരും അതിൽ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാനും ഉണ്ടായിരുന്നു. ദുബൈയിൽ വരുന്നതിന് മുന്നേ തന്നെ എനിക്ക് ലിങ്ക്ഡിൻ അക്കൗണ്ടും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അതെങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യണമെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ലിങ്ക്ഡിൻ നിങ്ങളുടെ കറക്റ്റായിട്ട് നിങ്ങൾ ലിങ്ക്ഡിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു വളരെ നിങ്ങൾക്ക് മെൻ്റലിയും നിങ്ങളെ കാണുന്ന ഒരു ജോബ് ഹയർ ചെയ്യുന്ന ഒരു HR-ന് ഒരു ക്ലിയർ പിക്ചർ കിട്ടാൻ ഏറ്റവും ബെസ്റ്റാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഇപ്പോഴത്തെ കാലത്ത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓരോ CV പ്രിൻ്റ് എടുക്കുന്നതിനേക്കാളും ലിങ്ക്ഡിൻ എന്ന് പറയുമ്പോൾ അതവിടെ പെർമനൻ്റായിട്ട് കിടക്കുന്ന, അത് തന്നെ അപ്ഡേറ്റ് ആയിക്കോളും, എത്ര മാസം എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളതും എല്ലാം. അപ്പോൾ ലിങ്ക്ഡിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ലിങ്ക്ഡിൻ എടുക്കുക. എല്ലാവരും തന്നെ നിങ്ങൾ നാട്ടിലിപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ ലിങ്ക്ഡിൻ എടുത്ത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ്, നിങ്ങളുടെ സർട്ടിഫിക്കേഷൻസ്, നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനി എല്ലാം അതിനകത്ത് ആഡ് ചെയ്ത് കറക്റ്റ് സ്ട്രക്ചേർഡായിട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്യുക. പിന്നെ അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പം ദുബൈയിലോട്ട് വരണം പ്ലാൻ ചെയ്യുന്നു. അപ്പം ഞാനൊരു മൈക്രോബയോളജിസ്റ്റാണ്. അപ്പം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഫുഡ് കമ്പനീസ്, വാട്ടർ കമ്പനീസ്, കാറ്ററിംഗ് സർവീസസ്, അതുപോലെ മൈക്രോബയോളജി എനിക്ക് ജോബ് കിട്ടാൻ ചാൻസ് ഉള്ള ലബോറട്ടറീസ്, സെക്ടേഴ്സിൻ്റെ എല്ലാം ഓരോ ലിസ്റ്റ് എടുത്തു. ഡിഫറെൻറ്റ് സെക്ടേഴ്സ് വച്ച് ലിസ്റ്റ് എടുത്തിട്ട് സെർച്ച് ചെയ്യും. ഗൂഗിൾ മാപ്സ് യൂസ് ചെയ്ത് സെർച്ച് ചെയ്ത് ദുബൈയിൽ ഏതൊക്കെ ലൊക്കേഷൻസിൽ ഏതൊക്കെ കമ്പനീസ് ഉണ്ടെന്നുള്ളത് ലിസ്റ്റ് ചെയ്യുക. ലൊക്കേഷൻ വൈസ് ലിസ്റ്റ് ചെയ്യുക. അതായത് ഇപ്പം അൽക്കൂസ്, ക്യുസൈസ്, അതുപോലെ ഇപ്പം നിങ്ങൾ ദുബായ് മാത്രമല്ല ഷാർജ നോക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഓരോ ടൗൺ ഏരിയ നെയിം ബേസ് ചെയ്ത് ഏതൊക്കെ കമ്പനീസ് ഉണ്ടെന്ന് നിങ്ങളൊന്ന് എഴുതി വെക്കുക. ഒരു പേപ്പറും പേന എടുത്ത് എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ ലിങ്ക്ഡിനിൽ കയറിയിട്ട് ഇതിൽ വലിയ കമ്പനീസ് എല്ലാം സെർച്ച് ചെയ്യുക. ലിങ്ക്ഡിനിൽ അത് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും അവർക്കെല്ലാം ഓൾമോസ്റ്റ് 90% കമ്പനീസിനും ലിങ്ക്ഡിൻ പ്രൊഫൈൽ കാണും. വലിയ കമ്പനിയാണെങ്കിൽ 100% ഉറപ്പായിട്ടും കാണും. എന്നിട്ട് നിങ്ങൾ ഈ കമ്പനീസിൻ്റെ HR തൊട്ട് നിങ്ങളുടെ പൊസിഷൻ എന്താണോ ആ സെയിം പൊസിഷനിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ തപ്പിപ്പിടിക്കാം. ലിങ്ക്ഡിനകത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പനി ഞെക്കുമ്പോൾ അതിനടിയിൽ പീപ്പിൾ കാണും, പോസ്റ്റ്, അങ്ങനെ കാര്യങ്ങളൊക്കെ കാണും. അതിനകത്ത് ഡയറക്റ്റ് ജോബ് ആപ്ലിക്കേഷൻ ഉണ്ട്, പക്ഷേ അത് അധികം യൂസ് ഇല്ല. ഇതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ അതിനകത്ത് HR-നെയും പിന്നെ നിങ്ങളുടെ പൊസിഷനിലുള്ള ആൾക്കാരെയും കണ്ടുപിടിച്ചിട്ട് കണക്ഷൻ റിക്വസ്റ്റ് കൊടുക്കുക. ഇതിന് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു സിസ്റ്റമോ ലാപ്ടോപ്പോ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. കാരണം ഫോണിൽ നിങ്ങൾ ജസ്റ്റ് കണക്റ്റ് കൊടുക്കുകയാണെങ്കിൽ റിക്വസ്റ്റ് സെൻഡ് എന്ന് മാത്രമേ കാണിക്കത്തുള്ളൂ. പക്ഷേ നിങ്ങൾ ലാപ്ടോപ്പിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നോട്ട് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. ഒരു 20 വേർഡ് നോട്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ആ ഒരു 20 വേർഡ് നോട്ട് കൊണ്ട് അയാളെ കൺവിൻസ് ചെയ്യാൻ പറ്റിയാൽ അയാൾ കണക്ഷൻ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ജസ്റ്റ് ഇതുപോലെ പേര് പറയാം, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ പറയാം, എന്നിട്ട് ഐ വുഡ് ലൈക്ക് ടു കണക്ട് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവരും കണക്ട് ചെയ്യും. കാരണം എല്ലാവർക്കും കണക്ഷൻ കൂടുതലുള്ളതല്ല. ഒരു 500+ കണക്ഷൻസ് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഒരു ആക്റ്റീവായിട്ടുള്ള ഒരാളാണെന്ന് ലിങ്ക്ഡിനും മനസ്സിലാവും, നമ്മളെ നോക്കുന്ന ആൾക്കാർക്കും മനസ്സിലാവും. അപ്പോൾ മിനിമം ഒരു 500+ കണക്ഷനിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക.
അതാണ് ഏറ്റവും ബെറ്റർ. ഒരു 250 ഒരു 300 എങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പണിങ്സും കാര്യങ്ങളും പേഴ്സണൽ റെഫറൻസ് കിട്ടാനുള്ള ചാൻസും ലിങ്ക്ഡിൻ വഴിയാണ്. അതാണ് റെഫറൻസ് കിട്ടാൻ ഏറ്റവും ബെസ്റ്റ് ചാൻസ് എന്ന് പറയുന്നത് ലിങ്ക്ഡിനാണ്. നിങ്ങൾ ലിങ്ക്ഡിനകത്ത് കയറി ഒത്തിരി ആൾക്കാരെ ഫോളോ ചെയ്ത് കഴിയുമ്പോൾ അവർ അവരുടെ കമ്പനീസിൽ ഓപ്പണിങ്സ് വരുമ്പോഴത്തേക്ക് അവർ ലിങ്ക്ഡിനിലായിരിക്കും ഫസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ പലരും ഇൻഡീഡ്, പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ നോക്കരി, ഗൾഫ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യും. പക്ഷേ എനിക്ക് അതിൽ നിന്നൊന്നും ഇതുവരെ കോൾ വന്നിട്ടില്ല. മേ ബി എൻ്റെ ഒരു പേഴ്സണൽ കാര്യം, പലർക്കും നോക്കരി, ഗൾഫ് വഴി ജോബ് കിട്ടുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്ക് റെഫറൻസ് വേണ്ടി വരും, ലിങ്ക്ഡിൻ യൂസ് ചെയ്യേണ്ടി വരും. എനിക്കിതൊന്നും അല്ല, എനിക്ക് അങ്ങനെ ലിങ്ക്ഡിൻ വഴി ഞാൻ 2-3 പേരോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് എന്താ പറയുന്നത്, ജോബ് കിട്ടിയിട്ടില്ല. അതുവഴിയല്ല കിട്ടിയത്. എനിക്ക് പിന്നെ നമ്മൾ നേരിട്ട് കൊണ്ട് CV കൊടുക്കുന്ന ഓപ്ഷൻസ് ഉണ്ട്. അല്ലാതെ ഓൺലൈൻ ഇത് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഇതെല്ലാം ഒരു പ്രോസസ്സാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന എല്ലാ ഐഡിയാസും ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ മെയിനായിട്ടുള്ള കാര്യം ഇതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്. നിങ്ങൾ ലിങ്ക്ഡിൻ എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ലിങ്ക്ഡിനിൽ കയറി കമ്പനി സെലക്ട് ചെയ്ത് അതിനകത്ത് HR നെയും നിങ്ങളുടെ ജോബിലുള്ള ആൾക്കാരെയും തപ്പിപ്പിടിച്ചിട്ട് അവർക്ക് മെസ്സേജ് അയക്കുക. കണക്ഷൻ റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവരോട് നേരിട്ട് നമുക്ക് ചോദിക്കാം. എന്നോടിപ്പോൾ പലരും ലിങ്ക്ഡിനിൽ ചോദിക്കുന്നുണ്ട്, എൻ്റെ പല ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട് പല കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് തന്നെ. പിന്നെ ഇവിടെ പല സർവീസസ് ഉണ്ട്. ദുബൈയിൽ നിങ്ങൾക്ക് ഇതുപോലെ ജോബ് ഹണ്ട് ചെയ്ത് തരാം എന്ന് പറഞ്ഞ് ഒത്തിരി സ്കാമുകളുണ്ട്. അല്ലാതെ കുറച്ച് നല്ല സർവീസസും ഉണ്ട്. ഒരു 2 എണ്ണം എനിക്കറിയാം. അതിൽ ഒരെണ്ണം ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ട് എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. വേറൊരെണ്ണം എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആൾക്കാർ അവരുടെ ഫ്രണ്ട്സിനൊക്കെ അതുവഴി ജോലി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം അതെന്താണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ഇറക്കുന്നതായിരിക്കും. എനിക്കിപ്പം ഡ്യൂട്ടിക്ക് കയറാൻ ഏകദേശം ടൈം. എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എനിക്ക് ഉച്ചയ്ക്ക് 1 മണി തൊട്ട് രാത്രി 11 വരെയുള്ള ഈവനിങ് ഷിഫ്റ്റാണ്. അപ്പം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഉറപ്പായിട്ടും ഞാൻ വരും. നിങ്ങൾ എന്താണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ മിസ് ചെയ്യാതിരിക്കാനായിട്ട്. അപ്പോൾ ആ 2 സർവീസസ് എന്തൊക്കെയാണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അത് മാത്രമല്ലാതെ ഞാൻ പേഴ്സണലായിട്ട് യൂസ് ചെയ്ത കുറച്ച് ടിപ്സും കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, താങ്ക് യു. കാണാം.